ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ACC 15-ന്റെ 12-ാമത്തെ ക്ലാസ്സിലേക്ക് ക്രിസ്തുനാമത്തിൽ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഏറെ പേർ പ്രസംഗിച്ചിട്ടുള്ള, ഏറെ പേർ ധ്യാന വിഷയമാക്കിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. കുരിശിലെ 7 മൊഴികൾ. അതിനെ സംബന്ധിച്ച് ഈ ചുരുങ്ങിയ മിനിറ്റുകൾക്കിടയിൽ ഒന്ന് പര്യാലോചിക്കുകയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ. നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് ആരംഭിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി സർവാത്മന സ്വാഗതം അരുളുന്നു. ക്രൂശിതന്റെ 7 തിരുമൊഴികളെ സംബന്ധിച്ചിട്ടാണ് ക്ലാസ് നമ്മൾ ആരംഭിക്കുക. ആദ്യത്തെ മൊഴി, കുരിശിൽ വെച്ച് ഈശോ അരുൾ ചെയ്ത 7 മൊഴികളിലെ ആദ്യത്തെ മൊഴി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23:34 പ്രകാരം ഇങ്ങനെയാണ്: യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. ഇതാണ് ആ മൊഴി. ഈ മൊഴി പറയുന്നതിന് ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യമാണ് ഈ മൊഴിയുടെ അർത്ഥവും വ്യാപ്തിയും അതിൻ്റെ ആന്തരാർത്ഥവും നമുക്ക് മനസ്സിലാക്കി തരുന്നു. കർത്താവായ ക്രിസ്തു അവിടുത്തെ അഗാധമായ വേദനയിൽ കുരിശിൽ തന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. നമുക്കൊക്കെ ഒരു വേദന വരുമ്പോൾ ആദ്യം നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക. എനിക്ക് വേദനിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതൊരു ചെറിയ വേദനയിലും നാം നമ്മെ തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ഈശോ തൻ്റെ വേദനയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവിടുത്തെ കഷ്ടപ്പാടുകളെ കുറിച്ച് അവിടുന്ന് ആരോടും പറയുന്നില്ല. അസഹനീയമായ വേദനയിലാണ് കുരിശിലായിരിക്കുന്നത്. അത് സ്പഷ്ടമാക്കുന്നില്ല. തലേ രാത്രി മുഴുവൻ അവൻ പീഡിതനായിരുന്നു. ഉറങ്ങാതെ കയ്യാഫാസിൽ നിന്ന് അന്നാസിലേക്കും, അന്നാസിൽ നിന്ന് കയ്യാഫാസിലേക്കും പീലാത്തോസിലേക്കും ഒക്കെയുള്ള യാത്രയായിരുന്നു. ഒരുപോലെ കണ്ണടയ്ക്കാത്ത പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ട് അവർണ്ണനീയമായ വേദനയോടുകൂടിയായിരുന്നു അവന്റെ ആ രാത്രി അവൻ ചെലവഴിച്ചത്. പക്ഷേ അവന്റെ ക്ഷീണത്തെ അവൻ വകവെക്കുന്നില്ല. ആഴമേറിയ മുറിവുകളുടെ ഒരു സഞ്ചയം മാത്രമായിരുന്നു അവൻ. അവന്റെ മുറിവുകളെ അവൻ ഗൗനിച്ചതേയില്ല. കൈകളിലും കാലുകളിലും ആണികൾ തുളച്ചു കയറിയതിന്റെ വേദന അവൻ ശ്രദ്ധിച്ചിട്ടേയില്ല. തൻ്റെ തലയിൽ കുത്തിയ മുൾക്കിരീടത്തിലേക്ക് അവനിട്ട് നോക്കിയതുമില്ല, ശ്രദ്ധയിട്ട് പതിപ്പിച്ചതുമില്ല. വേദനയുടെ പരകോടിയിലായിരിക്കുമ്പോഴും തൻ്റെ ആത്മാവും ശരീരവും മനസ്സും വേദനിക്കുന്നതിനെ കുറിച്ചിട്ടല്ല അവൻ ചിന്തിച്ചത്. പ്രത്യുത കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്നതിനിടയിൽ പീഡനത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും കൊടുമുടിയിൽ അവൻ തന്നെ ദ്രോഹിച്ചവരുടെ, തന്നെ ശിക്ഷിച്ചവരുടെ, തന്നെ ക്രൂശിലേറ്റിയവരുടെ പാപമോചനം തേടുകയായിരുന്നു. അവനോടുള്ള അവരുടെ വിവരണാതീതമായ ക്രൂരവും ദുഷ്ടവുമായ ശത്രുതയേക്കാൾ വലുതായിരുന്നു അവന്റെ സ്നേഹം. യഥാർത്ഥത്തിൽ അവിടെ ഒരു യുദ്ധം നടക്കുകയാണ്. ശത്രുതയും സ്നേഹവും തമ്മിലുള്ള യുദ്ധം. കെട്ടഴിച്ചു വിടുന്ന ക്രൂരതയുടെ ശത്രുത. ആ ശത്രുതയോട് അവൻ നേരിട്ടത് സ്വയം മറന്നുള്ള, സ്വയം വേദനകളെ, തൻ്റെ സ്വന്തം വേദനകളെ തൃണവൽഗണിച്ചുകൊണ്ടുള്ള, തൻ്റെ ശാരീരികവും മാനസികവും ആത്മീകവുമായ സ്ഥിതികളെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള അപരിമേയമായ സ്നേഹത്താലായിരുന്നു. ഒരിക്കലും അവർക്ക് ദൈവശിക്ഷ ഉണ്ടാകണമെന്ന് അവൻ പ്രാർത്ഥിച്ചില്ല. പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് എനിക്കറിയാം എന്ന് അവിടുന്ന് ലാസറിനെ ഉയർപ്പിക്കുന്നതിന് പ്രാരംഭമായുള്ള പ്രാർത്ഥനയിൽ പറഞ്ഞു.
തീർച്ചയായും ക്രിസ്തുവിന്റെ ഓരോ പ്രാർത്ഥനയും പിതാവ് ശ്രവിക്കും. അതുകൊണ്ട് തന്നെ ദൈവശിക്ഷ ഉണ്ടാകണമെന്ന് അവൻ പ്രാർത്ഥിച്ചില്ല. അതവന്റെ ആഗ്രഹവുമല്ലായിരുന്നു. പ്രത്യുത അവൻ പ്രാർത്ഥിച്ചത്, പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്നാണ്. അവരുറക്കെ ആക്രോശിച്ചുകൊണ്ടേയിരുന്നു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അഭിശപ്തരാവാൻ വേണ്ടി അവരൊരുങ്ങി എന്നൊരു മതം, എന്നൊരഭിപ്രായം. വേറെ ചിലർ പറയുന്നത് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ആയിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ സ്വയം വിശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു തീരുമാനം അവരറിയാതെ എടുത്തു എന്നും, അതായത് സകല പാപങ്ങളുടെയും പരിഹാരമായ അവന്റെ രക്തത്താൽ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടും എന്ന് ഈ ശത്രുക്കൾ പോലും അറിയാതെ പറഞ്ഞെന്നും ഒരു വ്യാഖ്യാനമുണ്ട്. എന്തായാലും അവരപ്പോൾ പറഞ്ഞപ്പോൾ അവരുടെ മനോഭാവം പരിഹാസത്തിന്റെയും ദുഷ്ടതയുടെയും ക്രൂരതയുടേതുമായിരുന്നു. എന്നാൽ അവരോടുള്ള അവന്റെ സ്നേഹമായിരുന്നു അവരുടെ ശത്രുതയേക്കാൾ വലുത്. അതുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. ഇവിടെ നാം നിർമ്മലവും സജീവവുമായ ഒരു മാതൃക കാണുന്നു. ക്രിസ്തുവിൽ മാത്രം സംഭവിക്കേണ്ടുന്ന ഒന്നല്ല ശത്രുവിനോടുള്ള ക്ഷമ. പ്രത്യുത ക്രിസ്ത്യാനി ആവർത്തിക്കേണ്ടുന്ന ഒരു സ്വഭാവമാണതെന്നും ഈശോയുടെ ഈ മൊഴി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ നമ്മെ വെറുക്കുന്നവരോട്, നമ്മോട് പകവെച്ച് പുലർത്തുന്നവരോട് നാം എപ്രകാരം ക്ഷമിക്കണമെന്നും എങ്ങനെ ക്ഷമിച്ചുകൊണ്ടാണ് നാം ദൈവപുത്രരായി തീരുന്നതെന്നും കുരിശിലെ ഈ ആദ്യ മൊഴി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ മൊഴി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോട് കൂടെ ഇന്ന് പറുദീസയിൽ ആയിരിക്കും. ഇത് ഒരല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാക്കാണ് പലർക്കും. കാരണം മാനസാന്തരത്തിന്റെ പ്രവർത്തികൾ ചെയ്യാതെ ദുഷ്ടതയുടെ ജീവിതമാണ് ഈ കള്ളൻ. നല്ല കള്ളൻ എന്നുള്ളത് എന്തർത്ഥത്തിലാണെന്നുള്ളത് അറിയില്ല. ഏതായാലും സമർത്ഥനായ ആ കള്ളൻ, നല്ല കള്ളൻ എന്ന് തന്നെ പാരമ്പര്യം അനുസരിച്ച് നമുക്കങ്ങ് പറയാം. നല്ല കള്ളൻ നയിച്ചത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. അയാൾ ഒരിക്കലും ദുഷ്ടതയുടെ ജീവിതം കൈവെടിഞ്ഞതായി റിപ്പോർട്ടില്ല. സത്യസന്ധനായി അയാൾ ജീവിച്ചതായിട്ടോ വലിയ മാനസാന്തരാനുഭവത്തിലേക്ക് കടന്നു പോയതായിട്ടോ സുവിശേഷം രേഖപ്പെടുത്തുന്നില്ല. അവിടെ ആകെയുള്ളത് ഇതാണ്: ഈ രണ്ട് കള്ളന്മാരിൽ ഒരാൾ അവനെ പരിഹസിച്ചു. നിനക്ക് കഴിവുണ്ടല്ലോ, ഞങ്ങളെയും രക്ഷിക്കുക, നീയും രക്ഷപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ബാഹ്യമായ ശാരീരികമായ രക്ഷയെയാണ് അയാൾ, രക്ഷപ്പെടലിനെയാണ് അയാൾ ഉന്നം വെച്ചത്. എന്നാൽ മറ്റവനാകട്ടെ പറഞ്ഞു, ഈ നല്ല കള്ളൻ എന്ന് വിവക്ഷിക്കുന്ന കള്ളനാകട്ടെ ഇപ്രകാരം പറഞ്ഞു, നമ്മൾ ഈ അനുഭവിക്കുന്നത് നമുക്ക് ന്യായമായും അർഹിക്കുന്നതാണ്. അയാൾ ഒരിക്കലും സ്വയം ന്യായീകരിക്കാനോ രക്ഷപ്പെടാനോ നിന്നില്ല. ഇത് നമുക്ക് കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇവൻ നിഷ്കന്മഷനാണ്, ഇവൻ ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്: ഒന്ന്, ഞാൻ പാപിയാണ്; രണ്ട്, ഇവൻ പാപിയല്ല. ഞാൻ ഇത് അർഹിക്കുന്നു, ഇവൻ ഇത് അർഹിക്കുന്നില്ല. ഇതായിരുന്നു അയാളുടെ അടിസ്ഥാനപരമായ നിലപാട്. അതിനുശേഷം അയാൾ യേശുവിനോട് പറഞ്ഞു, നീ നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണം. ഇതാണ് ആ വാക്ക്, നീ നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണം. ഇതിന് പകരമായിക്കൊണ്ട് പ്രത്യുത്തരമായിക്കൊണ്ട് യേശു പറഞ്ഞ വാക്കാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായി. പറുദീസ എന്നത് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും സ്ഥലമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവിന്റെ പേരാണ് ആനന്ദം. അപരിമേയനായ ദൈവം അപരിമേയമായി നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് ആനന്ദം എന്ന് ഫ്രാൻസിസ് പാപ്പ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന തന്റെ
അസാധാരണ 2025 സാധാരണ ജൂബിലിയുടെ സ്ഥാപന ബോളയിൽ പറയുകയുണ്ടായി. അങ്ങനെ ദൈവം അവനെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ മാറും എന്ന് യേശു പ്രവചിക്കുകയാണ്. അവനത് തിരിച്ചറിയുമെന്ന്. ഈ പറുദീസയിൽ മാത്രമേ സമാധാനവും സമൃദ്ധിയും സന്തോഷവും. പറുദീസ സംതൃപ്തിയുടെ സ്ഥലമാണ്. പറുദീസ എപ്പോഴും ഉയർന്ന സ്ഥലം, ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും വിശുദ്ധമായ സ്ഥലം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് സഭാപിതാക്കന്മാരുടെ പറുദീസ വിവരണങ്ങളിൽ അങ്ങനെ വരാറുണ്ട്. സുവിശേഷത്തിലെ 3 തവണയാണ് പറുദീസ എന്ന പദം പ്രത്യക്ഷപ്പെടുന്നത്. ഒന്ന്, ഈ കള്ളന്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി. രണ്ടാമത്തേത് 2 കൊരിന്ത്യർ 12:4 മൂന്നാം സ്വർഗത്തെ കുറിച്ചുള്ള പൗലോസിന്റെ വിവരണത്തിൽ. പിന്നെ വെളിപാടിന്റെ 2:7 ഉൽപ്പത്തിയുടെ 2:8 പരാമർശിച്ചിരിക്കുന്ന ജീവവൃക്ഷത്തെ സൂചിപ്പിക്കുന്ന ഭാഗത്ത്. മനുഷ്യൻ ദൈവത്തോട് ഒന്നിച്ചായിരിക്കുന്ന അവസ്ഥയും ഒരു കുറവുമില്ലാത്ത സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സ്ഥലവും എന്ന അർത്ഥത്തിലാണ് പറുദീസ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. പാപം മൂലം മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ട പറുദീസ ഈശോ നല്ല കള്ളന് വാഗ്ദാനം ചെയ്യുന്നു. പുതിയ നിയമത്തിൽ പറുദീസ എന്നതുകൊണ്ട് സ്വർഗം എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. എന്നോടുകൂടി പറുദീസയിലായിരിക്കുമെന്നാണ് ഈശോ പറഞ്ഞത്. ഈശോയോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗവും പറുദീസയും എല്ലാം. ഇനി നമ്മൾ ആ സാഹചര്യത്തെ ഒന്ന് വീക്ഷിക്കുകയാണ്. അവൻ ഊർധ്വം വലിക്കുന്നത് അവര് കണ്ടു. മരണത്തോടടുക്കുകയാണ്. ശ്വാസഗതിയെല്ലാം കുറച്ചുകൂടി വേഗത്തിലാവുകയാണ്. എന്നേക്കുമായി അവൻ നിശബ്ദനാവാൻ പോകുന്നു, അവൻ ജീവൻ വെടിയാൻ പോകുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. മറിയമെല്ലാം ദൈവത്തിൽ ഭരമേൽപ്പിച്ചു. പരിശുദ്ധ അമ്മ, ഇത് കർത്താവിന്റെ ദാസി എന്ന് അവൾ ഒരിക്കൽ കൂടി ഉരുവിട്ടിട്ടുണ്ടാവും. ദൈവത്തിന് തെറ്റുപറ്റുകയില്ലല്ലോ എന്ന് അവൾ വിശ്വസിച്ചു. ഇതും സംഭവിക്കേണ്ടതാണ് എന്ന മാനസികമായ ഉള്ളൊരുക്കത്തിലേക്ക് അവൾ നടന്നെടുത്തു. ശിഷ്യന്മാർ എപ്പോഴേ ഓടിപ്പോയി. യോഹന്നാൻ മാത്രം പര്യാകുലനായി മറിയത്തോടൊപ്പം നിന്നു. സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് നിന്നു. നമ്മൾ ആ സാഹചര്യത്തെ മുഴുവൻ ഒന്ന് വീക്ഷിക്കുകയാണ്. അകലെ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് നിന്നു. പട്ടാളക്കാരാകട്ടെ മരണം കാത്തു നിന്നു. കള്ളന്മാരിൽ ഒരുവന്റെ പരിഹാസസ്വരം കേൾക്കാം. ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ യേശുവിന്റെ ജീവിതം എന്ന ഈ അധ്യായം അവസാനിച്ചു. എല്ലാം കുരിശിൽ ഒടുങ്ങി എന്ന് അവരെല്ലാം മനസ്സിൽ കരുതി. ഇതൊരൊടുക്കമാണ് എന്ന്, ഒടുങ്ങിയല്ലോ എന്ന് ഇവരെല്ലാം വിചാരിച്ചപ്പോൾ ഒരുവൻ മാത്രം മാറ്റി ചിന്തിച്ചു. ഒരുവൻ ഒഴികെ ബാക്കി എല്ലാവരും അങ്ങനെ ചിന്തിച്ചു, ഒടുങ്ങിപ്പോയല്ലോ ക്രിസ്തുവിന്റെ ജീവിതമെന്ന്. അവൻ മാത്രം ചിന്തിച്ചു, ഇതൊടുക്കമല്ല, തുടക്കമാണ്. എല്ലാം ഒടുങ്ങി എന്ന് അവര് വിചാരിച്ചപ്പോൾ അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ആ വാക്കിന്, ആ സാഹചര്യത്തിന് എതിരിടാനുള്ള ഒരു ശക്തി ഉണ്ട്, അപരിമേയമായ ശക്തി ഉണ്ടായി. എല്ലാവരും കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവൻ മാത്രം പറഞ്ഞു, അല്ല, തുടങ്ങി. അവന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇവൻ ഊർധ്വൻ വലിച്ചു കഴിഞ്ഞാൽ, ഇവൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തേക്ക് അവൻ രാജാവായി പ്രവേശിക്കുന്നു. ആ പ്രവേശിക്കുന്ന രാജ്യത്ത് അവന്റെ ഇഷ്ടമനുസരിച്ച് പ്രവേശിപ്പിക്കാനുള്ള അധികാരം അവന് സംസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് അവന്റെ മരണത്താൽ പ്രോദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ രാജ്യത്തില് എന്നെയും ഓർക്കണമേ എന്ന് പ്രത്യാശയോടുകൂടെ ഈ കള്ളൻ പ്രാർത്ഥിച്ചു. കുരിശിലുള്ള അവന്റെ മരണത്താൽ യേശു എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ ആരംഭം കുറിക്കുന്നുവെന്നും അവന്റെ കൃപയാൽ പാപിക്ക് ആ രാജ്യത്തിൽ പ്രവേശനം ലഭിക്കുമെന്നും ഈ കള്ളൻ മനസ്സിലാക്കുന്നു. അവനോട് യേശു അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായി. മനസ്താപത്തോടു കൂടിയുള്ള ഒരു വാക്കിന് ചവിട്ടി തുറക്കാവുന്നതാണ് സ്വർഗത്തിന്റെ വാതിലെന്ന് ഈ സംഭവം നമ്മോട് പറയുന്നു.
തെറ്റിപ്പോയി കർത്താവേ എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് ആ കരുണാസമുദ്രത്തെ കെട്ടഴിച്ചു വിടാൻ മനുഷ്യന്റെ മനസ്താപത്തിന് കഴിയും എന്ന് ഈ സംഭവം നമ്മോട് വിളിച്ചോതും. എല്ലാ പാപികൾക്കുമുള്ള പ്രത്യാശയുടെ അടയാളമായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23:43 അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടി പറുദീസയിലായിരിക്കും. അതിമനോഹരമായ രണ്ട് ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, വളരെ പ്രഖ്യാതമായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ വിരലോട് വിരൽ തൊടുന്ന ചിത്രം. രണ്ടാമത്തേത്, നല്ല കള്ളന്റെ വിരലിന്മേൽ ഈശോയുടെ ആണിപ്പെടുതാർന്ന കരങ്ങൾ സ്പർശിക്കുന്ന ചിത്രം. രണ്ടും ചിത്രത്തിനപ്പുറത്തേക്ക് നമ്മോട് സംവദിക്കുന്നു. അവന്റെ ആണിപ്പഴുതാർന്ന കരങ്ങളിൽ നമ്മുടെ കരങ്ങൾ സ്പർശിക്കാൻ നമ്മൾ എപ്പോൾ ഉയർത്തുന്നുവോ അപ്പോൾ അവൻ ഇതേ മൊഴി തന്നെ സംസാരിക്കും, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. മൂന്നാമത്തെ മൊഴി വളരെ പ്രഖ്യാതമായ, ഏറെ പേർ പല സങ്കേതങ്ങളിൽ അത് വരച്ചിട്ടുണ്ട്. പരിശുദ്ധ മറിയവും വിശുദ്ധ യോഹന്നാനും കുരിശിന് ചുവട്ടിൽ നിൽക്കുന്നു. ഇത് ഏറെ ചിന്തയ്ക്കും ഏറെ മനസ്താപത്തിനുമൊക്കെ നമുക്ക് വക നൽകുന്ന ഒരു മനോഹരമായ ദൃശ്യമാണ്. മൂന്നാമത്തെ മൊഴി ഇതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:26 തന്റെ പേര് അദ്ദേഹം പറയുന്നില്ല, പക്ഷേ താൻ സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് പകരം പറയുന്നത്. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഈ വാക്കുകളിൽ മൂന്നാമത്തെ മൊഴിയിൽ ശ്രദ്ധിക്കേണ്ടുന്ന 3 പദങ്ങൾ, പ്രത്യേക ഊന്നൽ നൽകേണ്ടുന്ന 3 പദങ്ങൾ. ഒന്ന്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അതാണ് ആദ്യ മൊഴി. രണ്ടാമത്തെ മൊഴിയാണ് ഇതാ നിന്റെ അമ്മ. ഈ 2 മൊഴിയുടെയും അനന്തരഫലമാണ് സ്വന്തം ഭവനത്തിലുള്ള സ്വീകരണം. അപ്പോ തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനുമാണ് കഥാപാത്രങ്ങൾ. ഒന്നാമത്തെ മൊഴി സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്നാണ്. രണ്ടാമത്തേത് ഇതാ നിന്റെ അമ്മ എന്നാണ്. ഈ 2 മൊഴികളുടെ അനന്തരഫലമാണ് സ്വന്തം ഭവനത്തിലെ സ്വീകരണം. ഇനി നമുക്കൊരു കാര്യം ആലോചിക്കാം. ഇതിനകത്ത് ആരാണ് ദുർബലൻ, ആരാണ് സുബലൻ? രണ്ടുപേരും ഇടത്തും വലത്തുമായിട്ട് നിൽക്കുന്നു. സാധാരണഗതിയിൽ ദുർബലനെ സുബലന് ഏൽപ്പിക്കുകയാണ് ചെയ്യുക. നമ്മളല്ല ഇപ്പൊ മൂത്ത മകനും രണ്ടാമത്തെ മകനും കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ മൂത്ത മകനെയാണ് ഏൽപ്പിക്കുക. മോനെ, അനിയനെ നോക്കിക്കോണം. മാത്രമല്ല, ആ നിർദ്ദേശത്തിന്റെ രീതി എങ്ങനെയായിരിക്കും, അഥവാ സീക്വൻസ്, അതിന്റെ ആ വഴിക്ക് വഴി വരുന്നത് എങ്ങനെയായിരിക്കും? ചേട്ടന്റെ കൂടെ നടന്നോണം, മോനെ നീ നോക്കിക്കോണം എന്നല്ല പറയുക. മോനെ നീ നോക്കിക്കോണം, അനിയനെ നോക്കിക്കോണം. ചേട്ടന്റെ കൂടെ നടന്നോണം. അതാണ് അങ്ങനെ. ആദ്യം സുബലനാണ് നിർദ്ദേശം കൊടുക്കുക. ഇന്നലെ തന്റെ മാറിൽ ചാഞ്ഞ് അന്ത്യ അത്താഴത്തിൽ പങ്കെടുത്ത യോഹന്നാൻ ഇന്ന് ദുർബലനായിരിക്കുന്നു. അവന് ചാരാൻ ഒരു മാറില്ല. താൻ സ്നേഹിച്ച ശിഷ്യൻ ദുർബലനാകുന്നു എന്ന് കണ്ടപ്പോൾ നീതിയുടെ ദർപ്പണമായ മഹാവല്ലഭയായ അവന്റെ അമ്മയോട് അവൻ പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അതുകൊണ്ട് നാം പരിശുദ്ധ മറിയത്തെ മഹാവല്ലഭയായ കന്യകെ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു, ലുത്തിനിയായി. അവൾ കരുത്തുറ്റവളാണ്. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമാണ് അവൾ. അതുകൊണ്ട് തന്നെ അവിഭാജ്യമായ ഹൃദയത്തോടു കൂടി ദൈവത്തിന്റെ ഇഷ്ടത്തെ തേടുന്ന അവൾ കുരിശിൽ സംഭവിക്കുന്നതെല്ലാം ദൈവേഷ്ടമാണ് എന്ന് തിരിച്ചറിയുന്ന ആ അമ്മയുടെ കൈകളിലേക്ക് താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനെ അവൻ നൽകുകയാണ്. താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നത് സഭയുടെ മാറ്റപ്പേരാണ് എന്ന് വിശ്വസിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന വ്യാഖ്യാതാക്കളുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും സാർത്ഥകമാണ്. തന്റെ മരണത്തോടു കൂടി അനാഥമായി പോകേണ്ടുന്ന ഒന്നല്ല
സഭയെന്നും സഭയുടെ മാതാവാകാൻ വിളിക്കപ്പെട്ടവളാണ് അവളെന്നുമുള്ളതിന്റെ മുൻനുരയായിട്ടാണ് ഈശോ അത് പറഞ്ഞത് എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ ഒരസ്വാഭാവികതയുമില്ല. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അഭയമില്ലാത്തവൻ അഭയമായി സ്വന്തം അമ്മയെ അവൻ കൊടുക്കുകയാണ്. എല്ലാവരുടെയും സങ്കേതമായി പരിശുദ്ധ അമ്മ മാറ്റപ്പെടുകയാണ്, അവരോധിതയാവുകയാണ്. അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഭവനത്തെ നമ്മൾ തേടി പോകുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കാണാം. അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ ഒരു ഭാഗത്തില് തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലായി, അപ്പസ്തോല പ്രവർത്തനം 1:13, അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അപ്പൊ തങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണെന്നുള്ള അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാ ശിഷ്യന്മാരുടെയും പേരവിടെയുണ്ട്, അപ്പസ്തോലന്മാരുടെയും പേരുണ്ട്. യൂദാസ് നേരത്തെ തന്നെ മരിച്ചിരിക്കുന്നു. ഇപ്പോഴുള്ള യൂദാസ് എന്ന് പറയുന്നത്, യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്ന് പറയുന്നത് യൂദാ തദേവൂസാണ്. ഇവരെല്ലാവരും അവിടെയുണ്ട്. ഇവരെ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പോൾ അവൻ ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞത് അവന്റെ വ്യക്തിപരമായ ഭവനത്തിലാണോ, സഭയെന്ന അവരൊത്തുചേർന്നിരിക്കുന്ന ഭവനത്തിലാണോ? രണ്ടാണെങ്കിലും മനോഹരമാണ്, രണ്ടാണെങ്കിലും അർത്ഥപൂർണമാണ്. ആദ്യം വ്യക്തിപരമായ തന്റെ ഭവനത്തിൽ സ്വീകരിച്ച ശേഷം അവളെ ഇവിടെ അവർ സമ്മേളിച്ചിരുന്ന ഭവനത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നതും യുക്തമാണ്. എന്തായിരുന്നാലും സഭയിൽ മറിയം അമ്മയുടെ സ്ഥാനത്തുണ്ടായിരുന്നു. ഇതാ നിന്റെ അമ്മ എന്ന് താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനോട് പറഞ്ഞത് ഇവിടെ പുതിയ ഒരു ദിശ ഉണ്ടാവുകയാണ് ആ ഒരു വാക്കിന്. വിശുദ്ധ പോളാറാമൻ 1964 രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ മൂന്നാം സമ്മേളനത്തിന്റെ സമാപനത്തിൽ പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തെ സഭയുടെ മാതാവായിട്ട് പ്രഖ്യാപിച്ചു. ദൈവമാതാവിനെ ഏറ്റവും സ്നേഹനിധിയായ അമ്മ എന്ന് വിളിക്കുകയും മുഴുവൻ ക്രിസ്ത്യാനികളും അവളെ അപ്രകാരം വിളിച്ച് ഈ സ്ഥാനപ്പേരുകളാൽ ആദരിക്കുകയും വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. വീണ്ടും സഭയുടെ അമ്മയായി ഈ കൗൺസിൽ അവളെ അവരോധിച്ചു. മാത്രമല്ല അതിന്റെ തുടർച്ച എന്ന വണ്ണം ആരാധനയ്ക്ക് വേണ്ടിയുള്ള, അതായത് കോൺഗ്രിഗേഷൻ ഫോർ ഡിവൈൻ വേർഷിപ്പ് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ദ സാക്രമെന്റ്സ് 2018 ഫെബ്രുവരി 11 പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തെ സഭയുടെ മാതാവ് എന്ന നിലയിൽ ഒരു പെരുന്നാൾ റോമൻ കലണ്ടറിൽ ആലേഖനം ചെയ്തു. സഭയുടെ ജന്മദിനത്തില് ആ മുറിയിൽ മറിയവും ഉണ്ടായിരുന്നു എന്നതിനാൽ ഈ സ്മരണാദിനം എല്ലാ വർഷവും പെന്തക്കോസ്തിന് ശേഷമുള്ള തിങ്കളാഴ്ചയാണ് അത് ആഘോഷിക്കുക. സഭയുടെ മാതാവായ മറിയത്തിന്റെ തിരുനാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൽപ്പന പുറപ്പെടുവിപ്പിക്കുന്നതിന് ഫ്രാൻസിസ് പാപ്പ തിരുവുള്ളമായി ഈ ഭക്തി അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. മാത്രമല്ല ലുത്തിനിയായിൽ പുതിയ ഇൻവൊക്കേഷൻസ്, പുതിയ അഭിധാനങ്ങൾ ഇപ്രകാരം കൊടുത്തു. മിശിഹായുടെ മാതാവേ എന്നതിന് ശേഷം ദൈവവര പ്രസാദത്തിന്റെ മാതാവേ എന്നുള്ളത് പഴയ ലുത്തിനിയായുടെ ക്രമത്തിന് ഉള്ളിലായി. മിശിഹായുടെ മാതാവേ എന്നതിന് ശേഷം തിരുസഭയുടെ മാതാവേ, കരുണയുടെ മാതാവേ എന്നും, ദൈവവര പ്രസാദത്തിന്റെ മാതാവേ എന്നതിന് ശേഷം പ്രത്യാശയുടെ മാതാവേ എന്നും അഭിസംബോധന ചെയ്യണം എന്ന് മാർപ്പാപ്പ നിർദ്ദേശിക്കേണ്ടായി. അടുത്ത മൊഴി, 4ാമത്തെ മൊഴി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15:34. 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലോ ഏലോ ലാമാ സബക്താനി, അതായത് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ഈ ഒരു വാക്ക് 22-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്ക് ആയതിനാൽ യേശു കുരിശിൽ വെച്ച് സങ്കീർത്തനം ആലപിക്കുകയായിരുന്നു എന്ന് ചില വ്യാഖ്യാതാക്കൾ പറയാറുണ്ട്. ശരിയായിരിക്കാം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ
എന്ന് നമ്മൾ ഇന്ന് അന്വേഷിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യരക്ഷയുടെ തിരുമണിക്കൂറാണ്. ഈ മനുഷ്യരക്ഷയുടെ തിരുമണിക്കൂറിൽ 4 കാര്യങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന്, പ്രവചനങ്ങളുടെ പൂർത്തീകരണം. യെശയ്യാവിന്റെ പ്രവചനങ്ങളിലെ സഹനദാസൻ എന്നത് വായിക്കുക. അതിലേക്ക് കടന്നു പോകാൻ നമ്മുടെ സമയപരിമിതി നമ്മെ അനുവദിക്കുന്നില്ല. അവിടെ യേശുവിന്റെ മരണം, പീഡാസഹനം, കുരിശു മരണം എന്നിവ അറിയാതെ വന്നുപോയ, യാദൃച്ഛികമായി വന്നുപോയ ചില ദുരന്ത സംഭവങ്ങൾ അല്ല എന്നും, യേശുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് പൂർത്തിയാക്കാനിരിക്കുന്ന രക്ഷയുടെ ഈ ബലിയെ സംബന്ധിച്ചിട്ട് പ്രവാചകന്മാരിലൂടെ പ്രവചിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണിത്. യെശയ്യായുടെ 53 സഹനദാസന്റെ സഹനങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മോട് സംസാരിക്കുന്നു. സഖരിയായുടെ പ്രവചനങ്ങളില് അവനെ ഒറ്റിക്കൊടുത്ത വെള്ളിക്കാശിനെ കുറിച്ച് നാം അറിയുന്നു. വീണ്ടും സ്നേഹത്തിന്റെ ബലിയാണത്. സ്നേഹത്തിന്റെ ബലി നമുക്ക് പകരക്കാരനായി നിന്നുകൊണ്ട് മനുഷ്യകുലത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് അവൻ അവിടെ ഇരിക്കുന്നത്, അവിടെ ആയിരിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ പകരക്കാരനാണവൻ. ഞാനും നിങ്ങളും മനുഷ്യകുലം മുഴുവനും ചെയ്യുന്ന, ആത്മാവിലും ശരീരത്തിലും മനസ്സിലും ചെയ്യുന്ന സകല ലംഘനങ്ങളുടെയും അതിക്രമങ്ങളുടെയും പാപങ്ങളുടെയും പരിഹാരമാണ് അവൻ അവിടെ അനുഷ്ഠിക്കുന്നത്. 2 തരത്തിലുള്ള പീഡാസഹനങ്ങളുണ്ട്. ഒന്ന്, അവൻ ശരീരത്തിൽ ഏറ്റുവാങ്ങുന്നു. രണ്ടാമത്തേത്, അത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. രണ്ടാമത്തേത് അഗോചരമാണ്, കാണാൻ സാധിക്കുകയില്ല. അത് മനസ്സിലും ആത്മാവിലും ഉള്ളതാണ്. എന്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു എന്നവൻ അവന്റെ ഗത്സമേനിയിലെ വിലാപത്തിൽ അവൻ പറയുകയുണ്ടായി. എന്തിനാണ് അത് അപ്രകാരം പറഞ്ഞത്? അവന്റെ ആത്മാവിന്റെ വേദന എത്രത്തോളം ഉണ്ട് എന്ന് ശരീരത്തിൽ നോക്കിയാൽ അറിയില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു, എന്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കും. നമ്മുടെ യഥാർത്ഥ പകരക്കാരനാണത്. ലേവ്യ പുസ്തകം 24:19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ ഈ പ്രതികാരത്തിന്റെ നിയമത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം. ജീവന് പകരം ജീവൻ. ഒടിവിനൊടിവും കണ്ണിന് കണ്ണും പല്ലിന് പല്ലും പകരം കൊടുക്കണം. മറ്റൊരുവനെ അംഗഭംഗപ്പെടുത്തിയതുപോലെ അവനെയും അംഗഭംഗപ്പെടുത്തണം. ഇതിനെ നമ്മൾ പ്രതിനാണയ സിദ്ധാന്തം എന്നാ പറയുന്നത്. എന്താണോ നാണയം അത് ആ നാണയം തന്നെ കൊടുക്കും. എന്നാൽ ഈ പ്രതിനാണയ സിദ്ധാന്ത പ്രകാരം ദൈവവിനെ ശിക്ഷിച്ചതല്ല. ദൈവം ഏറ്റെടുത്തത്, ദൈവമായിരിക്കുന്ന ക്രിസ്തു ഇത് ഏറ്റെടുത്തത്. സകല മനുഷ്യരുടെയും പാപങ്ങളുടെ ശിക്ഷ എന്താണോ അത് അവൻ ഏറ്റെടുക്കുകയാ സ്നേഹത്തെ. അതുകൊണ്ടാണ് ഒരേ സമയം ഇത് സ്നേഹബലിയും സഹനവുമായിരിക്കുന്നത്. സ്നേഹത്തിന്റെ ബലിയുടെ പരമകാഷ്ഠയിൽ അവൻ നീതി നിറവേറ്റുകയാണ്. നിയമത്തിന്റെ ശിക്ഷ എന്താണോ അത് എന്നിൽ വന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവനെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. യേശു ഒരിക്കലും ഈ നിയമത്തെ അസാധുവാക്കുന്നില്ല. നിയമത്തെ റദ്ദ് ചെയ്യുവാനല്ല, പ്രത്യുത പൂർത്തീകരിക്കാൻ അത്രേ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഈ നിയമത്തെ തന്നിലേക്ക് ആവാഹിക്കുകയാണ്. മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ പാപം എന്താണ്? ദൈവത്തിന്റെ കരലാളനയിൽ നിന്ന് മനുഷ്യൻ തന്നെ വിടുവിച്ച് ദൈവത്തെ ഉപേക്ഷിച്ചു. ദൈവത്തെ പോലെയാകാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ പാപം മനുഷ്യൻ ചെയ്തത് വഴിയായി മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിക്കുകയാണ് ആദ്യം ചെയ്തത്. പിന്നീട് തലമുറകളിലൂടെ ദൈവത്തെ മറന്നുകൊണ്ടുള്ള ജീവിതമാണ് മനുഷ്യൻ നയിച്ചത്. എങ്കിൽ ഈ പ്രതികാരത്തിന്റെ അഥവാ പ്രതിനാണയ സിദ്ധാന്തം അനുസരിച്ചിട്ട് ദൈവം മനുഷ്യനെ ഉപേക്ഷിക്കണം. ദൈവത്തെ മനുഷ്യൻ ഉപേക്ഷിച്ചെങ്കിൽ മനുഷ്യനെ ദൈവം ഉപേക്ഷിക്കണം. പക്ഷെ ദൈവം ഉപേക്ഷിച്ചതായി നാം വായിക്കുന്നില്ല. പാപം ചെയ്ത് നിസ്തേജനായി തീർന്ന ആദാമിനെയും ഹാവായെയും പുറത്താക്കിയപ്പോൾ ദൈവമോ മൃഗത്തിന്റെ തോലെടുത്ത് ഉടയാടയുണ്ടാക്കി അവനെ വസ്ത്രമുടുപ്പിച്ചാ വിടുന്നത്. കായനെ കൊല്ലാതിരിക്കാൻ വേണ്ടി അവന്റെ നെറ്റിയിൽ അടയാളം ചാർത്തിയാ വിടുന്നത്. ദൈവം മനുഷ്യനെ പരിരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിയമം പൂർത്തിയാക്കണമെങ്കിൽ മനുഷ്യനെ ദൈവം ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. കാരണം മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിച്ചു. എങ്കിൽ ഇവിടെ ഇതാ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശു, പൂർണ്ണ മനുഷ്യനായ യേശു ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുന്നു.
ഒരിക്കലും ഈശോ കള്ളം പറയുകയായിരുന്നില്ല. ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുന്നതിന്റെ അപരിമേയമായ അവർണ്ണനീയമായ, ഇതിനു മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ആ വേദനയിലേക്ക്, ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത, ഇനി ഒരിക്കലും സംഭവിക്കുകയില്ലാത്ത ആ വേദനയിലേക്ക് യേശു സ്വയം നടന്നെടുക്കുകയായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ആ ആദ്യത്തെ ഉണ്ടാകട്ടെ എന്ന വാക്ക് തൊട്ടിട്ട് ഒരിക്കലും ദൈവം ആരെയും ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ, ഇവിടെ ഇതാ സകലരും യേശുക്രിസ്തു വഴിയായി ദൈവത്തിലേക്ക് അടുക്കേണ്ടതിന്, ദൈവത്തിലേക്ക് പ്രാപ്യത ഉണ്ടാകേണ്ടതിന് അവൻ ക്രൂശിൽ ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ നിയമത്തിന്റെ പൂർത്തീകരണം യേശു തന്റെ ഉപേക്ഷയിലൂടെ പൂർത്തിയാക്കും. യേശുവിന്റെ ഈ ബലിയുടെ സമയത്ത് ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് രണ്ടായി ചീന്തിപ്പോയി എന്ന് നാം വായിക്കുന്നു. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന ആ കർട്ടനാണ്, ആ തിരശ്ശീലയാണ് കീറിപ്പോയത്. അത് മുകളിൽ നിന്ന് താഴേക്കാണ്. ആ നിമിഷം വരെയും മനുഷ്യന് ദൈവസന്നിധിയിൽ പ്രാപ്യത ഇല്ലായിരുന്നുവെങ്കിൽ, എല്ലാ നിയമങ്ങളുടെയും പൂർത്തീകരണമായി ക്രിസ്തു സ്വയം ബലിയർപ്പിക്കുകയും ഉപേക്ഷയുടെ വേദന അനുഭവിക്കുകയും ചെയ്തപ്പോൾ, ഇനി മുതൽ മനുഷ്യവർഗത്തിന്റെ ഉപേക്ഷയില്ല. യേശുക്രിസ്തു എന്ന വിരിയിലൂടെ അവന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നതിന്റെ സൂചനയായി ആ തിരശീല എന്നേക്കുമായി ചീന്തപ്പെടുന്നു. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് റോമാലേഖനം 10:4 പറയുന്നു. വീണ്ടും പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് അത് എന്ന് പറയുന്നതിന് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, മനുഷ്യനല്ല ക്രമിയത്രേ, കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു. അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ, അവിടെ നിന്ന് അവനെ രക്ഷിക്കട്ടെ, അവനെ സ്വതന്ത്രനാക്കട്ടെ എന്ന്, അവനിൽ അവിടുത്തെ പ്രസാദമുണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ക്രൂശിൽ അനുഭവിച്ച അവർണ്ണനീയമായ അവഗണനയെയും വേദനയെയും കുറിച്ച് ദാവീദ് പ്രവചിച്ചതിനെ പൂർത്തീകരണമാണ് അവിടെ സംഭവിച്ചത്. വീണ്ടും അവന്റെ ക്രൂശിലെ വലിയ വേദനയെ സംബന്ധിച്ചിട്ട് വീണ്ടും സംസാരിക്കുന്നു. എൻ്റെ അണ്ണാക്ക് ഓടിന്റെ കഷ്ണം പോലെ വരണ്ട്, എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു, എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. 22-ാം സങ്കീർത്തനം അത് സങ്കീർത്തനമായി ഉരുവിടുന്നതാണ് എന്ന് പറയുമ്പോഴും ഈ സംഗതികളെല്ലാം സാധുവായി നിലനിൽക്കുന്നു. അടുത്തത് 22-ാം സങ്കീർത്തനം എങ്ങനെയാണ് അവസാനിക്കുന്നത്? അതിങ്ങനെയാണ്. ക്രൂശിലെ ബലിയെ പറ്റി കൃത്യമായി ഇങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നു: പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും, അവർ ഭാവി തലമുറയോട് കർത്താവിനെ കുറിച്ച് പറയും, ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്നവർ ഉദ്ഘോഷിക്കും. ഈ കഴിഞ്ഞ അവന്റെ ബലി കഴിഞ്ഞതിന് ശേഷം ഇക്കാലം അത്രയും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ സംഭവിക്കേണ്ടതിന്റെ ഒരു ചരിത്രം 2 വാക്കുകളിൽ പറഞ്ഞിരിക്കുകയാണ്. 30-31 വാക്കുകളിലൂടെ. ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്നവർ ഉദ്ഘോഷിക്കും. ഇതാരംഭിക്കുന്നത് കുരിശിലാണ്, അവസാനിക്കുന്നത് കർത്താവായ യേശുവേ വരണമേ ആമേൻ എന്ന പ്രാർത്ഥനയോടുകൂടെ യുഗാന്തം വരെയും ഈ തലമുറകളോട് മോചനം, കർത്താവിന്റെ മോചനത്തെ ഉദ്ഘോഷിക്കും. വീണ്ടും യെശയ്യായുടെ 53:5 നാം ഇവിടെ വ്യക്തമായി കാണുകയാണ്. അവനിൽ സംഭവിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ എന്താണ് യേശുവിൽ സംഭവിച്ചത് എന്നുള്ളത് വിശുദ്ധ പൗലോസിന്റെ വീക്ഷണത്തിൽ എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണുന്നത്. അദ്ദേഹം പറയുന്നു, റോമാലേഖനം 8:3, പാപകരമായ സാദൃശ്യത്തിൽ, ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഹി വാസ് ദ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ പാപങ്ങൾക്ക് അവന്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1:22 വിശുദ്ധ പൗലോസ് പറയുന്നു, സ്വന്തം ഭൗതിക ശരീരത്തിൽ ക്രിസ്തു തന്റെ മരണം വഴി നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അതേ വാക്ക് തന്നെ വിശുദ്ധ പത്രോസ് ഇപ്രകാരം പറയുന്നു, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി.
ഇതാണ് അവിടെ സംഭവിച്ചത്. ആ ഉപേക്ഷ എന്ന് പറയുന്നത് ദൈവത്താലുള്ള ഉപേക്ഷയിലേക്ക് അവൻ പോയത് എന്നേക്കുമായി ഉപേക്ഷിക്കപ്പെടാനല്ല. ആ വേദന എന്താണോ അതവൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുമ്പോഴുള്ള വേദന അവൻ ഏറ്റെടുത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഒരു മനുഷ്യകുലത്തിലെ ഒരുവൻ പോലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ, ക്രിസ്തുവിനെ നാഥനും കർത്താവുമായി ഏറ്റുപറയുന്നവൻ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അവൻ ഉപേക്ഷയുടെ ഇരുണ്ട ആഴങ്ങളിലേക്ക് സ്വയം ബലിയായി കൊടുത്തു. വീണ്ടും 5-ാമത്തെ മൊഴി, എനിക്ക് ദാഹിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:28. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞു എന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എല്ലാം നിറവേറിക്കഴിഞ്ഞു. തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി എനിക്ക് ദാഹിക്കുന്നു. 3 കാര്യങ്ങളാണ് അവിടെ നമ്മൾ കണ്ടത്. ഒന്നാമത്തേത്, എല്ലാം നിറവേറിക്കഴിഞ്ഞു. നമ്മൾ ഈ നേരത്തെ കണ്ട എല്ലാ കാര്യങ്ങളും, നിയമത്തിന്റെ പൂർത്തീകരണം, സ്നേഹത്തിന്റെ ബലി അതിന്റെ അവസാനത്തേക്ക് അടുക്കുന്നു, തിരുവെഴുത്ത് പൂർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി അവിടുന്ന് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് എന്ന മനോഹരമായ ഒരു വ്യാഖ്യാനമുണ്ട്. തീർച്ചയായിട്ടും അത് സാധുവും. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും വ്യാഖ്യാന സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സാധാരണഗതിയിൽ പെസഹായുടെ ഒരു തുടർച്ചയായിട്ടാണല്ലോ നമ്മൾ ഈശോ അവസാനത്തെ അന്ത്യ അത്താഴ വേളയുടെ തുടർച്ചയാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ അന്ത്യ അത്താഴത്തിന് 4 കപ്പുകൾ. ഒരു പെസഹായിക്ക്, അന്ത്യ അത്താഴത്തിനെന്നല്ല, ഏതൊരു പെസഹായിക്കും 4 തവണ വീഞ്ഞു കുടിക്കും. ഒന്നാമത്തേത്, ആദ്യത്തെ കപ്പിനകത്ത് നിന്നും പാനം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ കർത്താവാണ്, നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. പുറപ്പാടിന്റെ പുസ്തകം 6:6, മോചനത്തിന്റെ പാനപാത്രം. രണ്ടാമത്തേത്, അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കും. പുറപ്പാടിന്റെ പുസ്തകം 6:8. അടിമത്തത്തിൽ നിന്ന്, അതിന്റെ തന്നെ ബാക്കി, 6:6 തന്നെ. അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കും, സ്വാതന്ത്ര്യത്തിന്റെ കപ്പ്. അടുത്തത് 7-ാമത്തെ തിരുവചനത്തിൽ നിന്നാണ്, പുറപ്പാടിന്റെ 6:7 നിന്നാണ്. എന്റെ ജനമായി ഞാൻ നിങ്ങളെ സ്വീകരിക്കും, രക്ഷയുടെ പാനപാത്രം. അവസാനത്തെ കപ്പ് ഇപ്രകാരമാണ്, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. അതാണ് അവസാനത്തെ കപ്പ്. അവസാനത്തെ കപ്പ് അഥവാ 4-ാമത്തെ കപ്പ് എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ട് ഡോക്ടർ സ്കോട്ട് ഹാൻ ദ ഫോർത്ത് കപ്പ് എന്ന മനോഹരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ 3 കപ്പുകൾ കുടിച്ചതിന് ശേഷമാണ് ഈശോ ഒന്നാമത്തെ കപ്പും, ഒന്നാമത്തെ മോചനത്തിന്റെ ഈജിപ്തിൽ നിന്നുള്ള മോചനത്തിനെ അനുസ്മരിക്കുന്ന കപ്പും, രണ്ടാമത്തെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലിനെ സംബന്ധിക്കുന്ന കപ്പും, മൂന്നാമത്തെ ജനമായി സ്വീകരിക്കുന്നതിന്റെ, അവർ കഠിനമായി ശിക്ഷിച്ച് അവരെ വീണ്ടെടുക്കുന്നതിന്റെ കപ്പും. ഒന്നാമത്തേത് മോചനത്തിൻ്റെത്, രണ്ടാമത്തേത് അടിമത്തിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ, മൂന്നാമത്തേത് അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കുന്നതിന്റെ കപ്പ്. ഇത്രയും അവൻ കുടിച്ചു. അതിനുശേഷം പറഞ്ഞു, ഇനി കുടിക്കുന്നത് സ്വർഗരാജ്യത്തിൽ നവമായി ഇത് ഞാൻ പാനം ചെയ്യുമ്പോഴായി. സ്വർഗരാജ്യത്തിന് വാതിലുകൾ തുറക്കാൻ ഒരു തടസ്സമേ ഉള്ളൂ. അത് അവന്റെ തടസ്സമല്ല, ഇനി ഒരു സംഭവം കൂടിയേ നടക്കാനുള്ളൂ. അത് അവന്റെ ബലിയാണ്, ആത്മബലിയാണ്. അതോടുകൂടി പറുദീസായിലേക്ക് പ്രവേശനമുണ്ട്. ആ പ്രവേശനം കൊടുത്തു കഴിഞ്ഞു. തന്റെ മാതാവിനെ സഭയുടെ മാതാവായി, യോഹന്നാന്റെ മാതാവായി അവരോധിച്ചു കഴിഞ്ഞു. ഓരോ വഴിയിലൂടെ മഹത്തായ ഓരോ രക്ഷയുടെ കാര്യങ്ങൾ അവൻ നിവൃത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ തന്റെ മരണത്തോടുകൂടി സകലത്തിന്റെയും പരിഹാരങ്ങൾ അവൻ അനുഷ്ഠിച്ചു കഴിയുന്നു. അങ്ങനെ ദൈവരാജ്യം സംസ്ഥാപിതമാകുന്നു. ആ സംസ്ഥാപിതമാകുന്ന നിമിഷത്തിൽ അവൻ 4-ാമത്തെ കപ്പിന് വേണ്ടി ദാഹിക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ സംസ്ഥാപനത്തിന്റെ ഉറപ്പുള്ള അടയാളമാണ് അവന്റെ ദാഹം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ബലിയോ വിരുന്നോ എന്നൊരു ചോദ്യം. ആ ബലിയിൽ ഒരു വിരുന്നുണ്ടായി എന്നതാണ് സത്യം. യേശു
അന്ത്യ വേളയിൽ തന്റെ വിരുന്നിൽ തന്നെ തന്നെ ബലിയായി സമർപ്പിക്കുന്നതിന്റെ പ്രാരംഭം നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇവിടെ ഈ ബലി പരമകാഷ്ഠയിലേക്ക് വരുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിരുന്നിന്റെ ഭാഗമായ വീഞ്ഞിനെ, വിനാഗിരി എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വീഞ്ഞ, ആ വീഞ്ഞ് കുടിക്കുവാൻ അവൻ ആരംഭിക്കുന്നു. കാരണം ഈ 4ാമത്തെ കപ്പ് പൂർത്തീകരിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കണം എന്ന കപ്പ്, ദൈവമായിരിക്കുന്നു എന്ന കപ്പ് പൂർത്തീകരിക്കണം. തന്റെ അതുല്യവും അനാവർത്തിതവുമായ പരിശുദ്ധ പെസഹായുടെ ആചരണമാണ് അവിടെ നടക്കുന്നത്. ആകയാൽ അത് വിരുന്നും മിശിഹ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കി എന്നതിനാൽ ബലിയുമാണ്. കുരിശിൽ ഒരു വിരുന്നിന്റെ നിഴലുണ്ട്, വിരുന്നിൽ കുരിശിന്റെ നിഴലുമുണ്ട്. പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. എല്ലാം നിറവേറിക്കഴിഞ്ഞതിന് ശേഷം തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി അവൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഈശോ മനുഷ്യവർഗത്തിന്റെ സ്നേഹത്തിനും രക്ഷയ്ക്കും മനുഷ്യവർഗം അവനെ സ്വീകരിക്കുവാനും വേണ്ടി ദാഹിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:13-14 പറഞ്ഞില്ലേ, നിത്യജീവനിലേക്ക് പ്രവഹിക്കുന്ന അരുവിയാണ് അവനെന്ന്. ഈ അരുവിയായിരിക്കുന്ന അവസ്ഥയിൽ അവരിൽ നിന്ന് കുടിക്കണം എന്നതാണ് മനുഷ്യകുലത്തിന്റെ വിധി, വിളി. അതറിയാൻ വേണ്ടി മനുഷ്യകുലത്തെ സ്നേഹത്തോടു കൂടെ അവൻ അങ്ങോട്ട് ദാഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എന്നിൽ നിന്ന് സ്വീകരിക്കുക, എനിക്ക് നിങ്ങളെ സ്നേഹിക്കാനുള്ള അദമ്യമായ കൊതിയുണ്ട്, എനിക്ക് ദാഹിക്കുന്നു എന്നവൻ പറയുന്നു. തന്റെ സ്നേഹത്തിന്റെ ഉദാത്തമായ പ്രകാശനമാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന വാക്ക്. 6ാമത്തെ മൊഴി, എല്ലാം പൂർത്തിയായിരിക്കും. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. 4ാമത്തെ കപ്പും ഈശോ സ്വീകരിക്കുന്നു. തെതെസ്തലായി എന്ന വാക്കാണ് അവിടെ പറഞ്ഞത്. ഇത് ഒരുപാട് കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുക. ഒന്നാമത്തേത് പ്രവചനങ്ങളുടെ പൂർത്തീകരണം, പൂർത്തിയായിരിക്കുന്നു, നമ്മൾ കണ്ടതാണ്. രണ്ടാമത്തേത് രക്ഷയുടെ പൂർത്തീകരണം, വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം. യേശുവിന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി ഇപ്പോൾ പൂർത്തിയായി, മനുഷ്യരാശിയുടെ രക്ഷ സുരക്ഷിതമാണ്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഇന്ന് നീ എന്നോട് കൂടി പർദീസയിലായി. മൂന്നാമത്തേത് പഴയ ഉടമ്പടിയുടെ പൂർത്തീകരണം. യേശുവിന്റെ മരണം പഴയ ഉടമ്പടിയുടെ അവസാനത്തെയും അവന്റെ രക്തത്തിലൂടെ പുതിയ ഉടമ്പടിയുടെ തുടക്കത്തെയും അടയാളപ്പെടുത്തുന്നു. പുതിയ ഉടമ്പടി അവിടെ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. പരിശുദ്ധ പെസഹയിൽ അത് ആരംഭിക്കപ്പെട്ടു കഴിഞ്ഞു. പൂർത്തിയായത്, 4ാമത് പൂർത്തിയായത് പാപത്തിന്റെയും മരണത്തിന്റെയും മേലുള്ള വിജയമാണ്. യേശുവിന്റെ ബലി പാപം, മരണം, സാത്താൻ എന്നിവയുടെ മേൽ വിജയം വരിക്കുന്നു, വിശ്വാസികൾക്ക് നിത്യജീവൻ ഉറപ്പാക്കുന്നു. 5ാമതായി യേശുവിന്റെ ബലി വ്യക്തിപരമായ പൂർണ്ണമായ അവിടുത്തെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്ന ആ രക്ഷാകര പ്രവൃത്തിയുടെ പൂർത്തീകരണമാണ്. എല്ലാം പൂർത്തിയായിരിക്കും. സാരാംശത്തിൽ അത് പൂർത്തിയായി എന്ന് പറയുന്നത് ഒറ്റ കാര്യത്തിലാണ്, രക്ഷ ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും ലഭ്യമാണ് എന്നത് പ്രഖ്യാപിക്കുന്നു. ഈ പ്രസ്താവന യേശുവിന്റെ വിജയം, സ്നേഹം, വീണ്ടെടുപ്പ് എന്നിവയുടെ സാക്ഷ്യമാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ദൈവശാസ്ത്രത്തിന്റെയും മൂലക്കല്ലാണ് ഈ പൂർത്തീകരണം. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് മനുഷ്യൻ, ഇതാ ഇവിടെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നു, ആ അനുഭവത്തിലൂടെ യേശു കടന്നു പോവുകയാണ് ചെയ്തത്, നിപതിക്കുകയല്ല ചെയ്തത്. ഉപേക്ഷയുടെ അനുഭവത്തിലേക്ക് നിപതിക്കുകയല്ല ചെയ്തത്, കടന്നു പോവുകയാണ് ചെയ്തത്. തമ്മിൽ വ്യത്യാസമുണ്ട്. നിപതിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരാത്ത വണ്ണം ആ വേദന അനുഭവിക്കുകയാണ്. എന്നാൽ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ യേശു എക്സ്പീരിയൻസ് ചെയ്തു. അതിനുശേഷം അവിടുന്ന് പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുകയാണ്. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്നതാണ് യേശുവിന്റെ ആദ്യത്തെ വാക്ക്. അവൻ വായ തുറന്നത് 12ാം വയസ്സിലാണ്. അന്ന് ദേവാലയത്തിൽ വെച്ച് അവനെ കാണാതെ പോയി ദേവാലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയപ്പോൾ 2 വാക്കുകളുണ്ട്, കണ്ടുകിട്ടിയെന്നും കണ്ടെത്തി എന്നും പറയുന്നുണ്ട്. കണ്ടുകിട്ടി എന്ന് പറയുമ്പോൾ കളഞ്ഞു പോയത് കണ്ടുകിട്ടി എന്നാണ് അതിന്റെ അർത്ഥം. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. കണ്ടെത്തി എന്ന് പറയുമ്പോൾ കുറെ കൂടി ആഴമേറിയ ഒരു അർത്ഥമുണ്ട്. അവൻ ആരാണെന്ന് അവർ കണ്ടെത്തി, അവർക്ക് അനുഭവിക്കാൻ കഴിയും. രണ്ടും ശരിയാണ്, പക്ഷെ രണ്ടാമത്തേതിന് കുറെ കൂടി ദൈവശാസ്ത്രപരമായ ഒരർത്ഥ ഗാംഭീര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു.
ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇതാണ് അവന്റെ ആദ്യത്തെ വാക്ക്. പിതാവ് എന്നാണ് അവൻ ആരംഭിച്ചത്. മധ്യത്തിൽ അവന്റെ രക്ഷയുടെ സദ്വാർത്ത പ്രഘോഷിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. വീണ്ടും അവിടുന്ന് പറഞ്ഞു, എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഫിലിപ്പോസിനോട് പറഞ്ഞില്ലേ, ഇത്രയും കാലം എന്നോട് കൂടിയായിരുന്നിട്ട് ഫിലിപ്പോസെ നീ എന്നെ അറിഞ്ഞില്ലയോ? എന്നെ കാണുന്നവ പിതാവിനെ കാണുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കും. അങ്ങനെ പിതാവുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച അവിടുന്ന് അവസാനത്തിൽ എല്ലാം പൂർത്തിയായതിനു ശേഷം സങ്കീർത്തനം 31:5 ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അവിടുത്തോടുള്ള ഏറ്റവും വലിയ വിശ്വാസം ഉച്ചരിച്ചുകൊണ്ട് പറയുന്നു, പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവ് തന്റെ പുത്രന്റെ രക്ഷണീയ കർമ്മം പൂർത്തിയാക്കി വിജയശ്രീലാളിതനായി സാത്താനെയും മരണത്തെയും എന്നേക്കുമായി തോൽപ്പിച്ച് തന്റെ ദൗത്യം പൂർത്തിയാക്കിയ തന്റെ പുത്രന്റെ ആത്മാവിനെ പിതാവ് സ്വീകരിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിയിലുള്ള വിശ്വാസം യേശു പ്രകടമാക്കുന്നു. യേശുവിന്റെ ഭൗതിക ശരീരം അവിടെ മരണത്തിന് കീഴടങ്ങുകയാണ്. പിതാവിനോട് ഏറെ പ്രതിജ്ഞാബദ്ധമായ ആത്മാവിനെ അവൻ തന്റെ പിതാവിന് സമർപ്പിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ഏത് സന്ദർഭങ്ങളിലും പിതാവിനോട് സമനായിട്ട് പോലും അവിടുന്ന് യേശു പിതാവിൽ ആശ്രയിച്ചു. വിശ്വസ്തനായ ആശ്രയക്കാരനായിട്ട് അവിടുന്ന് നിന്നു. പിതാവിന്റെ അടുക്കലേക്ക് തന്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ചു. രണ്ടാമത്തേത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. എല്ലാം കഴിഞ്ഞു. സങ്കീർത്തനം 31:5 നിന്നുള്ള യേശുവിന്റെ ഉദ്ധരണി അവന്റെ മരണത്തെ പഴയ നിയമ തിരുവെഴുത്തുകളുമായി ബന്ധിപ്പിക്കുന്നു. മിശിഹ എന്ന നിലയിലുള്ള തന്റെ പങ്ക് അവിടെ ഊന്നി പറയുന്നു. മൂന്നാമത്തേത് അതിമനോഹരമായ ഒന്നാണ്, യേശു പൂർണ്ണ മനുഷ്യനായി. യേശുവിന്റെ പൂർണ്ണ മനുഷ്യനായി ചിത്രീകരിക്കുന്ന ലൂക്കോസ് ഏതൊരു മനുഷ്യനെയും പോലെ അവൻ മരണം അനുഭവിക്കുന്നു. തന്റെ ദൈവവിശ്വാസവും തന്റെ ആത്മവിശ്വാസവും നിലനിർത്തിക്കൊണ്ട് എൻ്റെ ജോലി പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ ആത്മാവിനെ ദൈവത്തിന് സമർപ്പിക്കുന്നു. പൂർണ്ണമായ വിധേയത്വത്തോടുകൂടെ ദൈവിക പദ്ധതി യേശു അവിടെ പൂർത്തീകരിക്കുന്നു. നാലാമത്തേത് വീണ്ടെടുപ്പ്. മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വഴിയൊരുക്കുന്ന യേശുവിന്റെ മരണവും അവന്റെ ആത്മാവിന് പിതാവിനോടുള്ള പ്രതിബദ്ധതയും അവിടെ വെളിവാക്കുന്നു. ലൂക്കോസ് 23:46 യേശുവിന്റെ അവസാന വാക്കുകളും പ്രവൃത്തികളും മരണത്തിന്റെ മുഖത്തും പിതാവിനോടുള്ള അവന്റെ അചഞ്ചലമായ വിശ്വാസത്തെ പ്രകടമാക്കുകയും മനുഷ്യരാശിയുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും എന്ന നിലയിലുള്ള അവന്റെ പങ്ക് ഊന്നിപ്പറയുകയും ചെയ്യും. അവന്റെ ഏറ്റവും പങ്ക് എന്ന് പറയാൻ പറ്റില്ല, അവന്റെ കൈകളിലൂടെ നിവൃത്തിയായ വീണ്ടെടുപ്പും രക്ഷയും അവിടെ ഊന്നിപ്പറയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ക്രൂശിലെ 7 മൊഴികളിലൂടെ നാം സഞ്ചരിച്ചപ്പോൾ പരിശുദ്ധ മാതാവിന്റെ ഹൃദയഭാരത്തിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വെക്കുവാനുള്ള മനോഭാവം നമ്മളിൽ ഉണ്ടാവുകയായിരുന്നു. തന്റെ പുത്രനെ മടിയിൽ കിടത്തിക്കൊണ്ട് അമ്മ അനുഭവിച്ച വ്യഥകൾ അവർണ്ണനീയമാണ്, അചിന്ത്യമാണ്. നമുക്ക് ഏത് വ്യഥകൾ ഉണ്ടായാലും, എത്രമാത്രം ഘോരമായിരുന്നാലും അമ്മ അത് അനുഭവിച്ചിട്ടുണ്ട്. അതിനേക്കാൾ വലുത് അമ്മയ്ക്ക് ആ വേദനകൾ അറിയാം. അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അമ്മയോടൊത്തായിരിക്കുവാനും അമ്മയുടെ മടിയിൽ അഭയം തേടുവാനും നമുക്ക് പ്രത്യാശയും ധൈര്യവും കൈവിടാതിരിക്കട്ടെ. എല്ലായിടത്തും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.